ഹായ് ഫ്രണ്ട്സ്, യു പി ഉഡാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്ന ഒരു 100 വർഷം പഴക്കമുള്ള ഒരു കൊത്തുപണിയാണ്. കട്ടിലിൻ്റെ തലപ്പലകയാണ്. ഒരു 3 കട്ടിലിൻ്റെ തലപ്പലകയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കൊത്തുപണി പഠിക്കുന്ന ആളുകൾക്കും കൊത്തുപണി ചെയ്യുന്ന ആളുകൾക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും. ഈ കൊത്തുപണിയുടെ ചില ട്രിക്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇനി വരും വീഡിയോകളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, മിഷനറികളൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ചെയ്തൊരു വർക്കാണിത്. എന്ത് ഭംഗിയായിട്ടാണ് കാരണവന്മാർ ആ വർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇത്ര ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇപ്പോഴത്തെ കാലത്ത് ഈ ഇടയൊക്കെ നമുക്ക് റൂട്ടർ മെഷീൻ എടുക്കാം, പക്ഷേ പണ്ടന്ന് റൂട്ടർ മെഷീനൊന്നും ഇല്ലായിരുന്നു. അവർ കൈകൊണ്ട് തന്നെ ചെയ്തൊരു വർക്കാണിത്. ഈ വർക്കുകളിലും കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വരും വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. ഇതൊക്കെ കട്ടിലിൻ്റെ തലപ്പലകയാണ്. ഇതെല്ലാം ഒരു 4 തലപ്പലകയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വരും വീഡിയോ ഞാനിതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് അഴത്തി എടുത്തിട്ടുള്ളൊരു ഹോൾ കട്ടിങ് എന്ന് പറയും ഈ വർക്കിന്. ഹോളിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റാണ് ഈ വർക്ക് പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന്. ഈ വർക്ക് കോമൺ ആയിട്ട് കാണുന്നൊരു പക്ഷിയാണിത്. പഴയ വർക്കുകളിലെല്ലാം നിങ്ങൾക്ക് ചില കട്ടിലയിലും ഒക്കെ കാണാൻ പറ്റും ഈ പക്ഷിയെ. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് നോക്ക്. ഇത് ഇന്നത്തെ കാലത്ത് നമുക്കിത് ജിക്സോ എന്ന് പറയുന്ന മെഷീൻ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാം, ഈ വർക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു 1.5 ഇഞ്ച് കനം വരും ഈ പലകയ്ക്ക്. ആ ഒരു പലകയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഇതളുകൾ എല്ലാം ചെറിയ ഒരു റൗണ്ട് ഷേപ്പ് പുളിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താലുള്ളൂ എനിക്കിതിൻ്റെ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ അതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.